ഗും ഗുരുഭ്യോ നമഃ. നമ്മുടെ ഇന്നത്തെ തിരുവാതിര കളി ക്ലാസ് നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് പ്രിയമാനസ അത് ഫുൾ എടുത്തതായിരുന്നു. അപ്പോൾ അത് നമുക്ക് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയ്ക്ക് അവർ പഠിച്ചിട്ടില്ല, പിന്നെ എല്ലാവരും വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ പുതിയ ഒരു പദത്തിനുള്ള സ്റ്റെപ്സ് മാത്രം പഠിച്ചെടുത്തു നമ്മൾ. ഇന്നും ഇപ്പോൾ അവരൊരു 4 പേര് വന്നിട്ടുണ്ട്. ആ 4 പേര് വെച്ചിട്ട് എടുക്കാമെന്ന് വിചാരിക്കുക. 2 പേര് പുതിയ ആളുകളാണ്. അവർ ഈ പ്രിയമാസ തുടങ്ങിയ സമയത്ത് വന്നിട്ടുള്ള ആളുകളായിരുന്നു. അവർ പക്ഷേ അവർ പഠിച്ചിട്ട് അവർ ചെയ്യാമെന്ന് പറയുകയാണ്. ചോദിച്ചു അവരോട്. അപ്പോൾ അവരൊക്കെ ചെയ്യാം, ഞങ്ങൾ ചെയ്യാം ടീച്ചറേ എന്ന് പറഞ്ഞു. അങ്ങനെ എന്നാൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതിൻ്റെ ഒന്ന് ട്രയൽ നോക്കണം, എങ്ങനെയുണ്ട് ഇവർ ചെയ്യണം, എങ്ങനെയുണ്ടെന്ന് ട്രയൽ നോക്കിയിട്ട് ഒരുവിധം നന്നായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും കൂടെ വന്നിട്ട് ഒന്നും കൂടെ നമുക്ക് ഈ പ്രിയമാനസ തന്നെ ഒന്നും കൂടെ പറ്റുമെങ്കിൽ ഒന്നും കൂടെ എടുക്കാം. ഇതല്ലേ നമുക്ക് നേരത്തെ ഇതുവരെ കുറച്ച് സ്റ്റെപ്സുകൾ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ പാട്ടൊന്നും ഇല്ലാതെ എടുത്തുകൊണ്ടിരുന്നല്ലോ. അപ്പോൾ അതും നമുക്ക് എടുക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് കാണാം ഇവരെങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം അല്ലേ. നമുക്ക് ഇന്നിപ്പോൾ തുടങ്ങാൻ പോവാണ്. എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് ചെയ്യാനായിട്ട്. ഭയങ്കര ആഗ്രഹമാണ് അവർക്ക്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ. ചെറിയ മിസ്റ്റേക്സൊക്കെ എന്തായാലും വരും, കാരണം അധികം പഠിക്കാത്തവരൊക്കെ അല്ലേ. അപ്പോൾ മിസ്റ്റേക്സ് ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ സ്റ്റെപ്സ് മുഴുവൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ചിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ സ്റ്റെപ്സ് എല്ലാവർക്കും അറിയാം. പാട്ട് വെച്ചൊന്ന് ചെയ്ത് നോക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ശരി, നമസ്കാരം. നമുക്കിന്ന് പുതിയ സ്റ്റെപ്പ് ഇന്ന് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ അതിന് പകരം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പ്രിയമാനസ നമ്മൾ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എല്ലാവരെയും കിട്ടാതെ നിർത്തി വെച്ചിരിക്കുകയാണ്. അത് നമുക്ക് ഈ ഉള്ള ആളുകൾ വെച്ച് നമുക്ക് ചെയ്യാം, ഫുള്ള് ചെയ്യാതെ. റെഡി ആണല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ നമുക്കിന്ന് അത് ചെയ്യാം. ശരി, നമുക്ക് തുടങ്ങാം. നമസ്കാരം. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. ഇവിടെ ചെറിയൊരു സംശയം വന്നല്ലേ, നമുക്കൊന്നും കൂടെ നോക്കാം. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. പ്രിയമെന്നോർത്തിതു പറകയോ മമ, കൃപ കൊണ്ടേവമിരുന്നിടുമോ നീ. പ്രിയമെന്നോർത്തിതു പറകയോ മമ, കൃപ കൊണ്ടേവമിരുന്നിടുമോ നീ. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ കേൾവാൻ. ചൊല്ലിക്കേട്ടോ നളിനമുഖിതൻ കഥ, ബലവാനങ്ങൾ ചാർത്തി പെരുത്തിതു ഹൃദി മമ. പലരും ചൊല്ലിക്കേട്ടു നളിനമുഖിതൻ കഥ, ബലവാനങ്ങൾ ചാർത്തി പെരുത്തിതു ഹൃദി മമ. സഹായമില്ലാന്നൊരു തരവേദനയായി മരുവുന്ന നേരം നിന്റെ പരിചയം വന്നു ദൈവാ. ഒരുവൻ സഹായമില്ലാന്നൊരു തരവേദനയായി മരുവുന്ന നേരം നിന്റെ പരിചയം വന്നു ദൈവാ. പ്രിയമാനസാ നീ പോയി വരേണം, പ്രിയയോടെൻ്റെ വാർത്തകൾ ചൊല്ലുവാൻ. കേട്ടു ധരിച്ചഴവോടു ചൊല്ലുവാനും, സുഖമായിട്ടെങ്ങുമെങ്ങും നടന്നെത്തുവാനും.
അഖിലവും കേട്ടു ധരിച്ചഴകോടു ചൊല്ലുവാനും സുഖമായിട്ടെങ്ങുമെങ്ങും നടന്നെത്തുവാനും സന്ദേഹം വിധി മികവോടും നിന്നെ മാമ സഖിയായിട്ടല്ലൊരു നീതിയായിട്ടല്ലോ താനും നഖലു സന്ദേഹം വിധി മികവോടും നിന്നെ മാമ സഖിയായിട്ടല്ല നല്ലൊരു നീതിയായിട്ടല്ലോ തന്നു പ്രിയമാനസാങ്ങി പോയി വരേണം പ്രിയയോടെൻ്റെ വാർത്തകൾ ചൊൽവാന കൗശലേന കാമിനി മാമണിയെ വശകയാക്കി മാമ തരിക സഖേ നീ വചന കൗശലേന കാമിനി മാമണിയെ വശകയാക്കി മാമ തരിക സഖേ നീ പ്രതിക്രിയയോ വിധി തന്നെ തവ ചെയ്യും ചതിയെല്ലാം നീയല്ലാതൊരു ജോലിയെന്നെനിക്കാകും ഇതിന് പ്രതിക്രിയയോ വിധി തന്നെ തവ ചെയ്യും ചതിയെല്ലാം നീയല്ലാതൊരു ഗതിയിലെന്നെനിക്കാരും പ്രിയമാനസാനി പോയി വരേണം പ്രിയയോടെൻ്റെ വാർത്തകൾ ചൊൽവാൻ പ്രിയമാനസാനി പോയി വരേണം പ്രിയയോടെൻ്റെ വാർത്തകൾ ചൊൽവാൻ. നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? മിടുക്കികൾ ഇതുപോലെ ചെയ്യുക നിങ്ങൾ കേട്ടോ. ഓക്കെ, നമുക്കിന്ന് മതിയാക്കാം അല്ലേ? നന്നായിട്ടെന്ന് പറയാൻ നോക്കിയില്ലെങ്കിൽ നിങ്ങൾ ഒരുവിധം ചെയ്തു വെച്ചു. ഇതിൽ പുതിയ ആളുകൾ രണ്ടുപേരും പുതിയ ആളുകളാണ്. അവർ വന്നിട്ട് 1 മാസമൊക്കെ ആവുള്ളൂ. എന്നാലും അവർക്കൊരാഗ്രഹമുണ്ട്, അവരെ കൂടെ നിർത്തി ചെയ്യിപ്പിച്ച് അവർ കണ്ട് കുറച്ച് പഠിച്ചു, പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഇനി എങ്ങനെയാണെന്ന് കാണാം. അടുത്ത ക്ലാസ് നമുക്ക് കാണാം. നന്ദി. തിരുവാതിരക്കളി ക്ലാസ് കണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ടെന്ന് നോക്കണം നിങ്ങൾ. അത്ര ഗംഭീരം എന്ന് പറയാൻ ഒക്കില്ല. ചെറിയ മിസ്റ്റേക്സൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധികം നാൾ പഠിക്കാത്ത 1 മാസമൊക്കെ ആയിട്ടുള്ളൂ വന്നിട്ട് അവരും കൂടെ നിർത്തിയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അവരെ കൊണ്ടാവുന്ന രീതിയിൽ അവർ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ സംശയമുണ്ട്, നിങ്ങൾക്കത് ഇങ്ങനെ പോരാ എന്ന് നിങ്ങൾക്ക് കാണുന്നവർക്ക് തോന്നുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വന്നിട്ട് നമുക്കൊന്നും കൂടെ എടുക്കാം. നമ്മുടെ അവരുടെ ആമുട്ട് നേരിത കൊടുത്ത് തന്നെ നമുക്ക് എടുക്കാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ. എല്ലാവർക്കും ഇത്ര നേരം കണ്ടതിന് നന്ദി. എല്ലാവരും ഇത്രയും ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതിനും അതിന് വളരെ സന്തോഷം. നന്ദി. എല്ലാവർക്കും നമസ്കാരം.